നമസ്കാരം. നമ്മുടെ ഈ വാർഷികാഘോഷ പരിപാടികളുടെ അധ്യക്ഷ പ്രിയപ്പെട്ട സിസ്റ്റർ ഹാരിയറ്റ് CMC എഡ്യൂക്കേഷൻ കൗൺസിലർ, പ്രിയപ്പെട്ട വികാരിയച്ചൻ ഫാദർ ആൻഡ്രോ കരിഭായ്, സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട സിസ്റ്റർ നിത്യ CMC, കോടശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റ് ശ്രീമതി സുനന്ദ നാരായണൻ, പ്രിയപ്പെട്ട ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി KK സരസ്വതി, ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രിയപ്പെട്ട മെമ്പർ ശ്രീ MD ബാബുലായൻ ചേട്ടൻ, പ്രിയപ്പെട്ട ശ്രീ ജോസ് മണവാളൻ, ശ്രീമതി ധന്യ ജോസ്, കുമാരി ആസിൻ സിജോ, മറ്റു വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, PTA പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ടവരെ, രക്ഷിതാക്കളെ, കുട്ടികളെ, വളരെ സന്തോഷമുണ്ട്. കോടശ്ശേരി പഞ്ചായത്തിലെ ചാലക്കുടി ഉപജില്ലയിലെ ഏറ്റവും മികച്ച സ്കൂൾ എന്ന ഖ്യാതി നിലനിർത്തുന്ന എലിഞ്ചിപ്ര സെന്റ് ആന്റണീസ് UP സ്കൂളിൻ്റെ വാർഷികാഘോഷ പരിപാടികൾക്ക് എല്ലാവിധ ആശംസകളും സ്നേഹപൂർവ്വം അറിയിക്കുകയാണ്. ഞാനിവിടെ വരുമ്പോൾ അവിടെ നിന്ന് ഇവിടെ വന്നിരുന്ന ഇവിടെ പ്രയർ ഡാൻസ് കണ്ടപ്പോൾ എത്ര മനോഹരമായിട്ട്, എത്ര പ്രൊഫഷണലിസമായിട്ടാണ് നമ്മുടെ കുട്ടികൾ ഈ പരിപാടി അവതരിപ്പിച്ചത് എന്ന് കാണുമ്പോൾ അവരുടെ മികവ്, അതിനുശേഷം റിപ്പോർട്ട് അവതരിപ്പിച്ച കുട്ടികളുടെ അവതരണ ശൈലി, ആങ്കറിംഗ് നടത്തുന്ന കുട്ടികൾ എല്ലാം ഒന്നിനൊന്ന് മെച്ചം. പഴയ കാലങ്ങളിലൊക്കെ ഞങ്ങളുടെയൊക്കെ സ്കൂൾ കാലഘട്ടങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള വാർഷികാഘോഷ പരിപാടികൾ ചെയ്യുമ്പോൾ അതിന്ന് ആ കാലഘട്ടത്തിൽ ഇന്ന് നമ്മുടെ മനസ്സിലൂടെ കണ്ണോടിക്കുമ്പോൾ അതിൻ്റെ പോരായികൾ, അതിൻ്റെ എന്താ പറയുക, ആ ഒരു പെർഫെക്ഷൻ ഇല്ലായ്മ ഒക്കെ കാണുമ്പോൾ ഇന്നത്തെ കുട്ടികളുടെ മികവ് വളരെ അത്ഭുതാവഹമാണ്. ആ കുട്ടികളോടൊപ്പം നമ്മൾ സഞ്ചരിക്കുക, അല്ലെങ്കിൽ അവർക്ക് ആ കുട്ടികളുടെ ഒപ്പം എത്തുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് പുതിയ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളി. ഞാൻ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഇവിടെ 900ഓളം കുട്ടികളുണ്ടെന്നാണ് പറയുന്നത്. 900ഓളം കുട്ടികൾ ഈ ആനിവേഴ്സറിക്ക് ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ ഇതിൻ്റെ 3 അവരുടെ മാതാപിതാക്കൾ, രക്ഷിതാക്കൾ കൂടി വരേണ്ടതാണ്. കുറേ പേരൊക്കെ മാതാപിതാക്കളോട് വന്നിട്ടുണ്ട്. 2000-ലധികം കുട്ടികളും രക്ഷിതാക്കളുമായിട്ടായിരിക്കണം നമ്മൾ ഈ വാർഷികാഘോഷ പരിപാടികളിൽ പങ്കെടുക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പുതിയ കാലഘട്ടം അത് പ്രശ്ന സങ്കീർണമാണ്. ചൗക്ക എലിഞ്ഞിപ്ര എന്ന് പറയുന്ന ഒരു നാഗരിക സ്വഭാവമുള്ള ഒരു പ്രദേശമാണ്. എല്ലാം എത്രയും പെട്ടെന്ന് ഇവിടെ എത്തുന്ന ഒരു പ്രദേശമാണ്. ഈ പ്രദേശത്തെ ആളുകൾ കുറേ കൂടി ഉന്നതമായിട്ടുള്ള ജീവിത നിലവാരം പുലർത്തുന്നവരാണ്. അതിനനുസരിച്ച് കുട്ടികളും അത്തരത്തിൽ നിലവാരത്തിലേക്ക് വളരാൻ ശ്രമിക്കുന്നവരാണ്. അപ്പം എല്ലാം ഏറ്റവും ആദ്യം കിട്ടുന്ന കുറേ ആളുകളാണ് നമ്മുടെ പ്രദേശത്തുള്ളവർ. അപ്പോൾ ഏറ്റവും ആദ്യം എല്ലാം നമുക്ക് കിട്ടുമെങ്കിൽ എന്തൊക്കെയാണ് കിട്ടേണ്ടതെന്നും തിരിച്ചറിയാനും നമുക്ക് ആവശ്യമുള്ളത് മാത്രം സ്വീകരിക്കാനും മാതാപിതാക്കളും കുട്ടികളും ഈ പൊതുസമൂഹമൊക്കെ ഒരുമിച്ച് നിന്നാൽ മാത്രമാണ് നമ്മുടെ കുട്ടികളെ നല്ല നിലയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയുള്ളൂ. സ്കൂളിനെ സംബന്ധിച്ച് വളരെ നല്ല നിലയിൽ അക്കാഡമിക്കലായിട്ടും മറ്റു സൗകര്യങ്ങളൊക്കെ പരമാവധി ഇവിടെ ഉപയോഗപ്പെടുത്തുമ്പോൾ അതിനപ്പുറത്തേക്ക് കുട്ടികളെ നമ്മുടെ കുടുംബങ്ങളിൽ അവർ കൈകാര്യം ചെയ്യേണ്ടത് നമ്മളാണ്, രക്ഷിതാക്കളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സ്കൂൾ PTA പോലുള്ള മീറ്റിങ്ങുകളിലായാലും വാർഷിക ആഘോഷ പരിപാടികളാണെങ്കിലും എല്ലാം സ്കൂളുമായി ബന്ധപ്പെട്ട് വരുന്ന മുഴുവൻ പരിപാടികളും രക്ഷിതാക്കൾ പങ്കെടുക്കേണ്ടതുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നമ്മുടെ രക്ഷിതാക്കൾ പരിപാടികളിൽ പങ്കെടുക്കണം. അവരുടെ ഓരോ ചലനങ്ങളും ഓരോ ചിന്തകളും അവരുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും അവരെ പിന്തുടരാൻ, അവരുടെ കൂടെ പോകാൻ നമ്മൾ കഴിയണം. അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമ്മുടെ കൂടെ നിൽക്കണമെന്നില്ല. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഒരുപാട് കൗൺസിലിംഗ് കിട്ടുന്നുണ്ടാവും. പള്ളികളിലും അല്ലെങ്കിൽ SNDP പോലുള്ള സംവിധാനങ്ങളിലൊക്കെ നമുക്ക് ഒരുപാട് ക്ലാസ്സുകൾ കിട്ടുന്നുണ്ടാവും. എത്രയ്ക്ക് കിട്ടിയാലും അതിൻ്റെ ഒരു അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ കുട്ടികളെ ചേർത്ത് നിർത്താനായിട്ട് നമുക്ക് പറ്റിയാൽ നമ്മളെ മക്കൾ നമ്മളിൽ നിന്ന് കൈവിട്ടു പോവില്ല. നല്ല കുടുംബങ്ങളിൽ നിന്ന് വരുന്ന നല്ല മാതാപിതാക്കളുടെ നല്ല മക്കൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോ, അവരൊരു പരിധി വരെ വഴിതെറ്റിപ്പോകാൻ സാധ്യതയില്ല. വളരെ അപൂർവങ്ങളായിട്ട് ചിലപ്പോഴെങ്കിലും ചിലരൊക്കെ നമ്മളിൽ നിന്ന് മാറിപ്പോയാലും പൊതുവെ ഒരു കുട്ടിയും വഴിതെറ്റിപ്പോകാൻ സാധ്യതയില്ല. അതുകൊണ്ട് അധ്യാപകരെക്കാളും കൂടുതൽ കുട്ടികളെ ചേർത്ത് നിർത്തുന്ന, കൂടുതൽ അറിയുന്ന രക്ഷിതാക്കൾ എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് ഇത്രയധികം പേരുള്ളതുകൊണ്ട് മാത്രം നിങ്ങൾക്കാണ്, അമ്മമാർക്കാണ് കൂടുതലായിട്ട് കുട്ടികളെ
അറിയുക. അവരുടെ ഓരോ വിശ്വാസ വായുവും മനസ്സിലാക്കി അവരെ കൂടെ നിർത്താൻ നിങ്ങൾക്ക് കഴിയുമെന്നുള്ളത് കൊണ്ട് അതിന് വലിയ ജാഗ്രത നിങ്ങൾ പുലർത്തണം. സ്കൂളിൽ പറഞ്ഞയക്കുമ്പോഴും തിരിച്ചു വരുമ്പോഴും കുട്ടികളിൽ ഉണ്ടാവുന്ന പോകുന്ന കുട്ടിയാണോ അതുപോലെ തന്നെയാണോ തിരിച്ചു വരുന്നത് എന്ന് നിരീക്ഷിക്കാനുള്ള ഒരു പാഠവം നിങ്ങൾ ഏറ്റെടുക്കണം. മക്കൾ നമ്മുടേതാണ്, അവരിലാണെന്നോ നമുക്ക് പ്രതീക്ഷ. അങ്ങനെയാണെങ്കിൽ വലിയ ഉത്തരവാദിത്വത്തോടുകൂടി വെല്ലുവിളികളോടുകൂടി നമ്മളെ മക്കളെ വളർത്താനായിട്ട് നമുക്ക് സാധിക്കണം. ഈ സ്കൂൾ വാർഷികാഘോഷ പരിപാടികൾക്ക് എല്ലാവിധ ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എൻഡോമെന്റിനും സമ്മാനങ്ങൾക്കും അർഹരായ വിദ്യാർത്ഥികൾ